കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലെ ഈ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വന്നതിന് ശേഷം 43 തവണയാണ് ശൈലജ ടീച്ചറും നമ്മുടെ ഈ വീണ ജോർജും കൂടിയിട്ട് ഇത്തരം കാര്യങ്ങളുടെ ഈ മെഡിക്കൽ നെഗ്ലിജൻസി മൂലം ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് 43 തവണയാണ്. ഈ 43 തവണയും റിപ്പോർട്ട് ആവശ്യപ്പെടുകയല്ലാതെ ആ റിപ്പോർട്ടിന്റെ മുകളിൽ യാതൊരു നടപടികളും എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഡോക്ടർമാരുടെ ധൈര്യം. ഇന്നലെ ലളിതാംബിക നിങ്ങൾ ചാനലുകളുടെ മുമ്പിൽ ഇത്രയും ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കാനുള്ള അവരുടെ ആ ചേതോവികാരം എന്താണെന്നറിയോ? ഇവിടെ ഒരു ഡോക്ടർമാരും ഈ മെഡിക്കൽ നെഗ്ലിജൻസിയുടെ പേരിൽ എന്ത് തെറ്റുപറ്റിയാലും ഒരു ഡോക്ടർമാരും അവർക്ക് എന്താ വേണ്ട ഒരുവിധ തടവോ അല്ലെങ്കിൽ ഒരുവിധ കുറ്റകൃത്യത്തിൽ ഇടപെട്ടതിൻ്റെതായിട്ടുള്ള പിഴയോ ഒന്നും നൽകേണ്ടി വരില്ല. ഇവിടെ കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഡോക്ടർമാരെ ഈ രോഗികളെ ഇത്തരത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസി കാട്ടിയിട്ട് അവരുടെ ജീവൻ അപായപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ഇപ്പൊ ഒരു കുട്ടിയുടെ കൈ മുറിച്ച് കളയേണ്ടി വന്നു. അതുമാതിരി തന്നെ ഗർഭം ഡെലിവറി ടൈമിൽ തുണി മറന്നു വെച്ചിട്ട് തുണി അവസാനം പുറത്തേക്ക് വന്നിട്ടുള്ള കേസുകളായാലും ഇവിടെ ഒരു ഡോക്ടർമാരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് അറിയോ? അസംഘടിതരായ ജനങ്ങളും സംഘടിതരായ ഡോക്ടർമാരും തമ്മിലുള്ള ആ ഏറ്റുമുട്ടലില് എപ്പോഴും സംഘടിതരായ ഡോക്ടർമാരുടെ ഭാഗമാണ് ഇവിടെ ജയിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഈ ഖത്തർ നിങ്ങളിപ്പോ വളരെ ആവേശത്തോടു കൂടി 24 ന്യൂസ് അത് പൊട്ടിയിട്ടാണ് പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അതിന് 70 സെന്റിമീറ്റർ നീളമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും എന്ത് പുറത്തേക്കെടുത്താലും എന്ത് ഫോറൻസിക് സർജറി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് പരിശോധനയ്ക്ക് കൊണ്ടുപോയാലും ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഈ ഡോക്ടർമാരൊക്കെ നാളെ ഇതേ നെഗ്ലിജൻസി ആയിട്ട് നടക്കും. ഇപ്പൊ ഈ ഡോക്ടർ ലളിതാംബിക പറഞ്ഞ പ്രകാരമാണെങ്കിൽ എത്ര ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഓപ്പറേഷൻ ചെയ്തവരുടെ വയറ്റിലെ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉണ്ട് എന്നുള്ള ഡൗട്ട് നമ്മളിൽ ഓരോരുത്തരും എന്തായാലും ഉണ്ട്. എം കെ ഹരിദാസ്, എന്തായാലും ആ രീതിയിൽ വിമർശനമാണ് അദ്ദേഹം ഉയർത്തുന്നത്.